Physical properties of ammonia. Physical properties of ammonia. Physical properties of ammonia. Ammonia physical property. Ammonia. അപ്പം അമോണിയയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഓരോ ഡോട്ട് എഴുതുക. അമോണിയ കളർലെസ് ആണ്. രണ്ട് സ്ട്രോങ് പഞ്ചന്റ് ചോക്കിംഗ് സ്മെല്ലാണ്. അടുത്തത് സ്ലൈറ്റ്ലി ബിറ്റർ ആണ്. സ്ലൈറ്റ്ലി ബിറ്റർ ആണ്. നമുക്കറിയാലോ ബേസിക് സ്വഭാവം ഉള്ള ഒരു ആളാണ്. അപ്പം ബേസിന് ബിറ്റർ ടേസ്റ്റ് ആണ്. അടുത്തത് നോൺ പോയിസണസ് ആണ്. പക്ഷെ എന്താണ്, if inhaled affects the respiratory system and brings tears to eyes. It is a powerful heart stimulant and may cause death when inhaled in large quantities. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ആൽക്കലൈൻ നേച്ചർ ആണ്. നമുക്കറിയാം ബേസിക് ആണ്, ആൽക്കലൈൻ ആണ്. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് ബേസ് എന്ന് പറയാതെ ആൽക്കലൈൻ എന്ന് പറയുന്നത്. ആൽക്കലൈൻ നേച്ചർ ആണ്. മതി, ഇത്രയും മതി. പിന്നെ സോലുബിലിറ്റി ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. ഇവിടെയും ഫൗണ്ടൻ എക്സ്പെരിമെന്റ് ഉണ്ട്. അതായത് ഹൈ സോലുബിലിറ്റി ഓഫ് അമോണിയ ഇൻ വാട്ടർ. നമുക്ക് HCl ഹൈ സോലുബിലിറ്റി നമ്മൾ നോക്കിയില്ലേ ഫൗണ്ടൻ എക്സ്പെരിമെന്റ്. സെയിം എക്സ്പെരിമെന്റ് തന്നെയാണ്, സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അവിടെ ബ്ലൂ ലിറ്റ്മസ് റെഡ് ഫൗണ്ടൻ ആവുന്നു. എന്നാൽ ഇത് നമ്മൾ ആ പാത്രത്തിനകത്ത് എടുക്കുന്ന റെഡ് ലിറ്റ്മസ് ആണ്. ഇവിടെ മുകളിലോട്ട് സക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറും, അത് ബ്ലൂ ആയിട്ട് മാറും. ബ്ലൂ ഫൗണ്ടൻ ആയിട്ടായിരിക്കും റെഡ് ഫൗണ്ടൻ. ഏതാ നമ്മൾ ആ പാത്രത്തിനകത്ത് താഴെയുള്ള ബീക്കറിനകത്ത് ബ്ലൂ ആയിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ടു ഡെമോൺസ്ട്രേറ്റ് the high solubility of ammonia gas in water. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പോലെ നമ്മളൊരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിനകത്തോട്ട് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ എടുക്കുന്നു. ഓക്കെ, റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മളൊരു ഒരു റിറ്റോർട്ട് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഘടിപ്പിക്കുകയാണ്. സ്റ്റാൻഡിലോട്ടാണ് വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡിന്റെ പ്ലാറ്റ്ഫോമിലോട്ട്. എന്നിട്ട് ഈ സ്റ്റാൻഡിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ഒരു എന്താ ഒരു കോണിക്കൽ ഫ്ലാസ്ക് തിരിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. കോണിക്കൽ അല്ല, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് തിരിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അറ്റത്ത് നമ്മളൊരു സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, നമ്മൾ ഇതിനകത്തൂടെ ഒരു ഇത് കടത്തി വിടാൻ പോകും. അതായത് ഒരു മറ്റേ ഡ്രോപ്പറില്ലേ, ഒരു ഡ്രോപ്പറും അതേപോലെ തന്നെ ഒരു ജെറ്റ് ട്യൂബ് എന്ന് പറയുന്ന സാധനവും നമ്മൾ കണക്ട്. ജെറ്റ് ട്യൂബിന്റെ ഒരറ്റം ഇങ്ങോട്ട് മുങ്ങിയിരിക്കും. ഈ ജെറ്റ് ട്യൂബിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റേ സ്ട്രോ പോലെ ചെറിയൊരു ഹോള്, മുടിനാരിന്റെ കനമുള്ള ഹോള് അതിനകത്തുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഡ്രോപ്പറിനകത്ത് വെള്ളമുണ്ട്. ഈ ഡ്രോപ്പർ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഡ്രൈ അമോണിയ ആണ്. ഇതിനകത്ത് അമോണിയ ഗ്യാസ് ആണ്. ഇതിനകത്ത്
ഞാൻ ഈ ഡ്രോപ്പറിനകത്ത് വെള്ളമുണ്ട്, ഡ്രോപ്പർ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളം മുകളിലോട്ട് തെറിക്കും. മുകളിലോട്ട് വെള്ളം തെറിക്കുമ്പോൾ അപ്പം തന്നെ ഈ അമോണിയ ഗ്യാസ് എന്ത് ചെയ്യും, അമോണിയ ഗ്യാസ് ആ വെള്ളത്തിനെ ഫുള്ള് ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്ത് ചെയ്യും, കുറയും. ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറഞ്ഞാൽ വെളിയിലുള്ള പ്രഷർ കൂടുതലാണെന്നർത്ഥം. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, ഈ റെഡ് ഈ സൊല്യൂഷനെ, ലിറ്റ്മസ് സൊല്യൂഷനെ ഇതിനകത്തോട്ട് ഇങ്ങോട്ട് വലിച്ച് മുകളിലോട്ട് കയറ്റും. എന്നിട്ട് ഇതിങ്ങോട്ട് വെളിയിൽ നല്ല പ്രഷറിലാണ് വരുന്നത്, താഴെ നിന്ന് മുകളിലോട്ട്. അപ്പം പൈപ്പിൽ നിന്ന് വെള്ളം തെറിക്കുന്നത് തെറിക്കും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ, ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പറയാം അമോണിയക്ക് ബേസിക് നേച്ചറാണ്. അപ്പോൾ എന്താ, റെഡിനെ അത് ബ്ലൂ ആക്കി കളയാം. അപ്പോൾ ബ്ലൂ ഫൗണ്ടൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് തീർച്ചയായും. ഇതാണ് ക്ലിയർ ആണല്ലോ. അപ്പം ഈ ഡ്രോപ്പർ അങ്ങോട്ട് പ്രസ് ചെയ്ത് വെള്ളം അതിനകത്തോട്ട് തെറിപ്പിച്ചുകൊണ്ടാണ് ആ വെള്ളത്തിനെ എന്ത് ചെയ്തത്, ആ വെള്ളത്തിനെ അമോണിയ ഡിസോൾവ് ചെയ്തു. അതിനകത്ത് സോലുബിൾ ആയപ്പോഴാണ് പ്രഷർ കുറഞ്ഞത്. അകത്തെ പ്രഷർ കുറഞ്ഞുകൊണ്ടാണ് വെളിയിൽ നിന്നുള്ള ആ ലിറ്റ്മസിനെ സ്ട്രോയിനകത്തൂടെ, സ്ട്രോ മീൻസ് സ്ട്രോ പോലെയുള്ള ജെറ്റ് ട്യൂബിനകത്തൂടെ വലിച്ചു കയറ്റിയത്. അപ്പോഴാണ് അവിടെ ഫൗണ്ടൻ ഉണ്ടായത്. മനസ്സിലായോ, ബ്ലൂ ഫൗണ്ടൻ. ഇത് ഓർത്തോണം. ഇത് ക്ലിയർ ആണോ? ഇതിനെപ്പറ്റി ഞാൻ എഴുതുന്നില്ല, പകരം എന്താണ് ഇത് നിങ്ങൾ എന്താ അതിനകത്തുനിന്ന് ജസ്റ്റ് എന്താണ് അപ്പാരറ്റസിന്റെ സംഭവങ്ങളൊന്നും എഴുതണ്ട. ആ പ്രൊസീജിയർ വേണം എഴുതിക്കോളൂ. പ്രൊസീജിയർ എന്ന് പറഞ്ഞ് വേണം എഴുതിക്കോളൂ. പ്രൊസീജിയർ പടമൊക്കെ അതിനകത്തുനിന്ന് പഠിച്ചാൽ മതി. പ്രൊസീജിയറിനകത്ത് നമ്മൾ എന്താ എഴുതുന്നത്, ദ ഡ്രോപ്പർ ഒരു ഡോട്ട് ഇട്ടിരിക്കും. ഡ്രോപ്പർ കണ്ടെയ്നിങ് വാട്ടർ ഈസ് squeezed as few drops of water enter the flask. Ammonia gas in flask gets dissolved in water due to its high solubility. This creates low pressure in the flask. അടുത്തത്, as the outside therefore അല്ല, അതിന്റെ ബാക്കി ഡോട്ട് ഇട്ട് എഴുതണ്ട, ബാക്കിയായിട്ട് therefore outside pressure will be higher. So the red litmus solution rushes up through the jet tube and emerges as blue fountain. ഓക്കെ, ഇനി ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടെ എഴുതുക. എ ബോട്ടിൽ ഓഫ് liquor ammonia should be opened very carefully only after cooling it in ice or cold water. അതായത് ലിക്കർ അമോണിയ പെട്ടെന്ന് തുറക്കാൻ പാടില്ല. എന്താ, അതിനെ ഒന്നെങ്കിൽ ഐസ് കോൾഡ് വാട്ടറിൽ കൂൾ ചെയ്തിട്ട് കെയർഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, there is high pressure. ലിക്കർ അമോണിയ ഉണ്ടാക്കുന്നത് ലിക്വിഫൈഡ് അല്ലേ. ലിക്വിഫൈഡ് എന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ കൊടുത്ത അമോണിയ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഗ്യാസിനെ ലിക്വിഡ് ആക്കി വെച്ചിരിക്കുക. നമ്മുടെ ഈ LPG ഗ്യാസ് പറയുന്ന പോലെ തന്നെ. അപ്പം there is high pressure inside the bottle.
and on cooling the pressure drops. Pressure drops. This prevents sudden flushing out. Sudden flushing out of the gas. അമോണിയ ഗ്യാസിനകത്തൂടെ റെഡ് ലിറ്റ്മസ് കടന്നു പോയി കഴിഞ്ഞാൽ അത് ബ്ലൂ ആയിട്ട് മാറും. അതാ ഫൗണ്ടൻ എക്സ്പെരിമെന്റ്. ഇല്ല, അതെങ്ങനെ ബ്ലൂ വെച്ചാൽ റെഡ് ആയിട്ട് മാറും? ബ്ലൂ വെച്ചാൽ ബ്ലൂ ആയിട്ട് തന്നെ വരും. HCl-നകത്ത് റെഡ് എന്താണ് ബ്ലൂ വെച്ചാൽ അത് റെഡ് ആവും. എന്നാൽ അവിടെ പോയി റെഡ് വെച്ചാൽ റെഡ് തന്നെയാവും. മനസ്സിലായി? അവിടെ റെഡ് വെച്ചാൽ കളർ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ ബേസിന് ബ്ലൂ വെച്ചാൽ കളർ ചേഞ്ച് ഇല്ല. റെഡിന് അല്ല ആസിഡിന് റെഡ് വെച്ചാലും കളർ ചേഞ്ച് ഇല്ല. ബേസ് ആകുമ്പോൾ റെഡ് വെച്ചാൽ ബ്ലൂ ആവും, ആസിഡ് ആകുമ്പോൾ ബ്ലൂ വെച്ചാൽ റെഡ് ആവും. അതാണ്. തിരിച്ചു നോക്കി കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് എഴുതുക. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ. പെട്ടെന്ന് എഴുതണേ, ഇനി ഈ ചാപ്റ്റർ തീർക്കുകയാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ. അതിന് ഒന്നാമത്തേത് തെർമൽ ഡിസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അമോണിയെ ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് തെർമൽ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് എഴുതുക അമോണിയ ഡിസോസിയേറ്റ് into nitrogen and oxygen at high temperature. അത് or by electric spark ചെയ്താലും എന്താ മറ്റേ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാലും അത് ചൂടായിട്ട് സ്പ്ലിറ്റ് ആവും. മനസ്സിലായോ? അപ്പോൾ അത് ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. NH3 എന്തായിട്ട് മാറുന്നു? റിവേഴ്സിബിൾ ആ. എന്തായിട്ട് മാറുന്നു? N2 ഉം H2 ആയിട്ട് മാറുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 2 വരും. നമ്മൾ ഹേബർ പ്രോസസ്സിന് നേരെ റിവേഴ്സിബിൾ. പിന്നെ രണ്ടാമത്തേത്, ഈ അമോണിയയ്ക്ക് ബേസിക് പ്രോപ്പർട്ടി വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? അമോണിയയുടെ മണ്ടയ്ക്ക് നമ്മൾ ഇന്നലെ സ്ട്രക്ചർ വരച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ പെയറിനെ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിവുള്ളവർമാരെല്ലാം ബേസ് ആണ്. എന്താ? ഇലക്ട്രോൺ പെയറിനെ നമ്മൾ OH- അയോൺസ് ഉണ്ടെങ്കിലും O2- അയോൺസ് ഉണ്ടെങ്കിലുമാണ് ബേസ് ആണെന്ന് പഠിച്ചത്. പക്ഷെ പിന്നീടുള്ള പഠനങ്ങൾ തീരുമാനിച്ചു, ഇപ്പൊ ഈ NH3-കകത്ത് OH- O2- ഉണ്ടോ? പിന്നെ എങ്ങനെ അത് ബേസ് ആയി? നമ്മൾ ബേസ് എന്ന് പറഞ്ഞ ആണോ? ദിവ്യ ഇവിടെ 3, ഇവിടെ NH3. ദിവ്യ ഇവിടെ ഉണ്ടോ? ദിവ്യ ഓക്കെ, നമ്മൾ പഠിപ്പിച്ച ഓർക്കുന്നുണ്ടായിരുന്നോ? ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പഠിപ്പിച്ചത്? OH- അയോൺസ് ഉണ്ടാക്കുന്നതോ O2- അയോൺസ് ഉണ്ടാക്കുന്നതോ എല്ലാം ബേസ് ആണ്. ആണോ? പക്ഷെ അമോണിയക്കകത്ത് OHO O2- എല്ലാം ഉണ്ടോ? പിന്നെ എന്തുകൊണ്ട് അമോണിയ ബേസ് എന്ന് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അമോണിയയുടെ കയ്യിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഷെയർ ചെയ്യാതെ കിടക്കുന്ന ഒരു ഇലക്ട്രോൺ ആണ് ലോൺ പെയർ. ആണോ ദിവ്യ? ആണോ? ഓക്കെ, അപ്പം പിന്നീടുള്ള പഠനങ്ങൾ കണ്ടുപിടിച്ചത് OH- അയോൺസും O2- അയോൺസും ഉണ്ടെങ്കിൽ മാത്രമല്ല ബേസ് ആവുന്നത്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ആൾക്കാരും ബേസിക് നേച്ചർ കാണിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ അമോണിയയുടെ ലോൺ പെയർ നോക്കിയോ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: ബേസിക് പ്രോപ്പർട്ടി dry ammonia is a covalent molecule.
So it is neutral even in liquefied form. liquefied form it's aqueous solution. അതായത് അമോണിയയുടെ aqueous solution is a weak base. The basicity is due to the presence of lone pair ഇന്നലെ ആരോൺ കയറിയപ്പോൾ ഈ ലോൺ പെയർ അതിന് മുമ്പ് പഠിപ്പിച്ചായിരുന്നു. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ on its nitrogen atom. നമുക്കറിയാം അമോണിയയുടെ ഫോർമുല NH3 അല്ലേ? ആണോ? ഒരു നൈട്രജന്റെ ആറ്റോമിക് നമ്പർ എത്ര? നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? 2,5 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് കാണും? 1 2 3 4 5 എണ്ണം. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ഒരു ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈഡ്രജൻ അവന്റെ ഇലക്ട്രോണിനെ ഇവനുമായിട്ട് ബോണ്ട് ഷെയർ ചെയ്യുന്നു. ഒരു ഹൈഡ്രജൻ അവന്റെ ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അടുത്ത ഹൈഡ്രജൻ അവന്റെ ഇലക്ട്രോണിനെ ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ബാക്കി ഇതെന്തായിട്ടായിരിക്കുന്നത്? ഇത് ഷെയർ ചെയ്യാതെ കിടക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് ഇത് ബേസിക് ആവാൻ കാരണം. മിഷേൽ ഞാൻ എത്രയും പഠിപ്പിച്ചായിരുന്നു? ഇത്രയും പഠിപ്പിച്ചു മിഷേൽ. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ, പിന്നെ അങ്ങനെ വന്നിട്ട് ഫൗണ്ടൻ എക്സ്പെരിമെന്റ് പഠിപ്പിച്ചു, അതിന്റെ പ്രൊസീജിയർ എഴുതി, എന്നിട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് കയറിയിട്ട് തെർമൽ ഡിസോസിയേഷൻ പഠിപ്പിച്ചു, ബേസിക് പ്രോപ്പർട്ടീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അത്രയും പേജ്, എത്ര പേജ്? 2 പേജ് ഒന്ന് വിട്ടിട്ട് എഴുതുക. വീഡിയോ കണ്ടിട്ട് അത് എഴുതി എടുക്കണേ. ഓക്കെ, അപ്പം നമ്മള് ഒരു ബേസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ബേസ് ആണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നേരത്തെ പഠിച്ചിട്ടുള്ളത് OH മൈനസ് അയൺസ് ഉണ്ടാക്കുന്നതും O2 മൈനസ് അയൺസ് ഉണ്ടാക്കുന്നതും ബേസ് ആണെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അമോണിയ എവിടെ ബേസാ? പക്ഷെ അമോണിയക്കകത്ത് OH മൈനസും ഇല്ല, O2 മൈനസും ഇല്ല. എന്നിട്ട് എന്തുകൊണ്ട് അമോണിയ ബേസ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ OH മൈനസും O2 മൈനസും ഉള്ളതാണ് ബേസ് എന്ന് കണ്ടുപിടുത്തം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കണ്ടുപിടുത്തം ഉണ്ടായി. ഇലക്ട്രോൺ പെയർ ചുമ്മാ ഷെയർ ചെയ്യാതെ ചുമ്മാ അവന്റെ കയ്യിൽ എക്സ്ട്രാ ഇരിക്കുവാണെങ്കിൽ ആ ഇലക്ട്രോൺ പെയറിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം അമോണിയക്ക് 2 ഇലക്ട്രോൺ പെയർ വെറുതെ ഇരിക്കുക. ഈ 2 ഇലക്ട്രോൺ പെയറിനെ അമോണിയക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ കഴിവുണ്ട്. അങ്ങനെ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ കഴിവുള്ളവരും ബേസ് ആണ് എന്നുള്ളത് പിന്നീട് കണ്ടുപിടുത്തങ്ങൾ വന്നു. നിങ്ങൾ അടുത്ത വർഷം പഠിക്കും ലൂയിസ് ആസിഡ് കോൺസെപ്റ്റ്, ലൂയിസ് ബേസ് കോൺസെപ്റ്റ്, ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് കോൺസെപ്റ്റ്, ലോറി ബ്രോൺസ്റ്റഡ് ബേസ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അടുത്ത +1 നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതെന്തായിട്ട് മാറിയത്? ഇത് ബേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ അതിന്റെ താഴോട്ട് തന്നെ എഴുതുക an aqueous solution of ammonia. aqueous solution of ammonia എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയോ? aqueous solution of ammonia എന്ന് പറയുമ്പോൾ അമോണിയക്കകത്ത് വാട്ടർ കലക്കുക എന്നർത്ഥം. അമോണിയക്കകത്ത് വാട്ടർ കലക്കുക എന്താ ഉണ്ടാകുന്നത്? NH4 പ്ലസ് H2 എന്തായിരിക്കും ഉണ്ടാകുന്നത്? NH4OH ആയിരിക്കും ഉണ്ടാകുന്നത്. കണ്ടോ? ഏതാ? NH4 അമോണിയ ഹൈഡ്രോക്സൈഡ്. ഞാൻ ഇന്നലെ പഠിപ്പിച്ചതാ. അമോണിയയുടെ സിമ്പൽ NH3, അമോണിയം സിമ്പൽ എന്താ? NH4. ഇന്നലെ പഠിപ്പിച്ചല്ലയോ? തെറ്റിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഇവിടെ നോക്ക്, ഇത് അക്വ സൊല്യൂഷൻ ഓഫ് അമോണിയ എന്ന് പറയുമ്പോൾ NH4OH ആണ്. ഓക്കെ, അപ്പം എന്താ? ഈസ് എ വീക്ക് ബേസ്. It dissociate partially to give hydroxyl ion. ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ ഹൈഡ്രോക്സിൽ അയോൺസ് ഉണ്ടാവും. to give hydroxyl ion. അതായത് അതിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണ്. NH3 H2O ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതെന്തുണ്ടാക്കും? റിവേഴ്സിബിൾ ആണ്. അത് NH4OH ഉണ്ടാക്കും. എന്നിട്ട് ആ NH4OH നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
NH4OH നെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NH4 പ്ലസ് കണ്ടോ, ഇത് അമോണിയം അയോൺ പ്ലസ് എന്താ OH മൈനസ് അയൺസ് ഉണ്ടോ, ഇത് ഹൈഡ്രോക്സിൽ അയോൺ. ഇനിയും അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ലിറ്റ്മസിനെ അമോണിയ 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 ടേൺസ് റെഡ് ലിറ്റ്മസ്, റെഡ് മോയിസ്റ്റ് ലിറ്റ്മസ്, റെഡ് മോയിസ്റ്റ് ലിറ്റ്മസ് ടു ബ്ലൂ. അതേപോലെ അമോണിയ ടേൺസ് മീഥൈൽ ഓറഞ്ച് ഫ്രം ഓറഞ്ച് ടു റെഡ്, ഓറഞ്ച് ടു യെല്ലോ ആണ്, റെഡ് അല്ല. അടുത്തത് അമോണിയ ടേൺസ് ഫിനോൾഫ്തലീൻ ഫ്രം കളർലെസ് ടു പിങ്ക്. ആസിഡ് ആണെങ്കിൽ കളർലെസ് ടു കളർലെസ് തന്നെ. മറ്റേ എന്താണ്, മറ്റേ ബ്ലൂ ലിറ്റ്മസ് റെഡാ, മനസ്സിലായോ? മറ്റേ ഓറഞ്ച് ടു പിങ്ക. ഓക്കെ ആണല്ലോ, ഓർത്ത് വെച്ചോണം. അപ്പൊ നമ്മൾ ഒന്നാമത്തേതാണ് നമ്മൾ എന്തായിട്ട് എഴുതിയത്, ഒന്നാമത്തെയാണ് നമ്മൾ തെർമൽ ഡിസോസിയേഷൻ, രണ്ടാമത്തെ ബേസിക് പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണിംഗ് ഓഫ് അമോണിയ ഇൻ ഓക്സിജൻ ആണ്. ബേണിംഗ് ഓഫ് അമോണിയ ഇൻ ഓക്സിജൻ ആണ്. ബേണിംഗ് ഓഫ് അമോണിയ ഇൻ ഓക്സിജൻ. ഈ HCl എന്തായിരുന്നു? HCl കമ്പഷനെ സപ്പോർട്ടും ചെയ്യത്തില്ലായിരുന്നു, സ്വന്തമായിട്ട് കമ്പസ്റ്റ് ചെയ്യത്തുമില്ലായിരുന്നു, അത് കത്തത്തുമില്ലായിരുന്നു, കത്താൻ സഹായിക്കത്തുമില്ലായിരുന്നു. പക്ഷെ അമോണിയ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്, സപ്പോർട്ടർ ഓഫ് കമ്പഷന്. ഓക്കെ ആണല്ലോ. അപ്പം പക്ഷെ അതിനകത്തൊരു പ്രശ്നം നോക്കിയത് എഴുതിക്കോ. അതായത് അല്ല സോറി അമോണിയം ഇത് തന്നെ കേട്ടോ, നോൺ സപ്പോർട്ടാണ്, തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അമോണിയം HCl പോലെ തന്നെയാണ്, നോൺ സപ്പോർട്ടർ ഓഫ് കമ്പഷൻ ആണ്. നോക്കണേ, ശ്രദ്ധിച്ചോണം, അതുകൊണ്ട് ഡോട്ട് എഴുതിക്കോ. അമോണിയ ഈസ് not a supporter of combustion. അടുത്ത ഡോട്ട്, it extinguishes burning splint, അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുവിനെ കെടുത്തു വന്നു. and does not burn in air, burn in air. അപ്പം എയറിൽ കത്തത്തില്ല, പക്ഷെ ഓക്സിജൻ മാത്രമായിട്ട്, ഓക്സിജനിൽ എന്തായിരിക്കും, ഓക്സിജനിലാണെങ്കിൽ എന്ത് ചെയ്യും, ഓക്സിജനിൽ കത്തും. എങ്ങനെയാണെന്നറിയാമോ? ഒരു ഗ്രീനിഷ് യെല്ലോ ഫ്ലെയിമിൽ വെച്ചായിരിക്കും കത്തുന്നത് കേട്ടോ, അതുകൂടെ ഒന്ന് എഴുതി വെച്ചേക്കണം. ഇറ്റ് ബേൺസ് ഇൻ ഓക്സിജൻ. എയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓക്സിജൻ മാത്രമല്ല, വേറെ ആരൊക്കെ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആണെന്ന് ചിന്തിക്കല്ലേ, എയർ എന്ന് പറഞ്ഞാൽ വേറെ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ വേറെ. ഇറ്റ് ബേൺസ് ഇൻ ഓക്സിജൻ producing a yellowish green flame. ഓക്സിജനിൽ യെല്ലോയിഷ് ഗ്രീനിൽ കത്തുന്ന വാതകം ഏതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പം എഴുതിക്കോണം, വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കും, അതൊക്കെ ഓർത്ത് എഴുതിക്കോണം. ഗ്യാസ് ഒക്കെ
അത് ബ്യൂട്ടൈൻ ഇപ്പൊ ഗ്യാസ് തീരാറാകുന്ന സമയത്ത് സാധാരണ ഏതിലാണ് കത്തുന്നത്? സാധാരണ എന്ത് കളറിലാണ് കത്തുന്നത് ഗ്യാസ്? നീല അല്ലേ? എന്നാൽ ഇത് തീരാറാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്? ഒരു റെഡ് യെല്ലോ ആ ഒരു ഫ്ലെയിമിലായിരിക്കും അത് കത്തുന്നത്. കാരണം അവിടെ ഓക്സിജന്റെ ഇൻസഫിഷ്യൻസി. പിന്നെ അതേപോലെ തന്നെ ബർണറിനകത്ത് കരട് കയറി കഴിഞ്ഞാലും അത് കത്തുന്നത് ഒരു 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 ബ്ലാക്ക് ആ ഒരു പുക വരും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഫീഷ്യന്റ് ആയിട്ട് ഓക്സിജൻ അതിന് കിട്ടുന്നില്ല. ഓക്സിജൻ ഉണ്ടെങ്കിലേ നല്ലതായിട്ട് കത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അത് കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇതൊക്കെ അതായത് പണ്ട് കെറസിൻ വെച്ച് കത്തിക്കുന്ന മണ്ണെണ്ണ സ്റ്റവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് പാത്രത്തിന്റെ അടിവശം കരിഞ്ഞു തുടങ്ങും. നമ്മൾ വെക്കുന്ന പാത്രത്തിന്റെ കുക്ക് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തിരിയാണ് ഇടുന്നത്. ഈ തിരി കത്തി 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 ആ തിരിക്ക് അതിന്റെ കരി ആ ഗ്യാപ്പിനകത്തൊക്കെ നിറഞ്ഞിട്ട് ഓക്സിജൻ നന്നായിട്ട് കിട്ടാത്ത പോലെ ആവും. അപ്പോൾ അവിടെ കരി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ കരി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എന്താ പാത്രത്തിന് അടിവശം കറക്കും. മനസ്സിലായോ? അവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു ഒരു എന്താ ഒരു വൈറ്റ് ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് അതിന്റെ അറ്റത്ത് ഒരു കോർക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കോർക്കിനകത്തൂടെ 2 തുള ഇട്ടിട്ട് ആ ഒരു ഗ്യാപ്പിനകത്തൂടെ എന്താ അമോണിയ ഗ്യാസ് കടത്തി വിടുന്നു. എന്നിട്ട് ഒരു ഗ്യാസിനകത്തൂടെ എന്ത് ചെയ്യുന്നു? എന്താ ഓക്സിജനും കടത്തി വിടുന്നു. നിങ്ങളുടെ പടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇങ്ങനൊരു സെറ്റപ്പ്. അത് എഴുതുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഞാൻ ആ പ്രൊസീജിയർ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇങ്ങനെ എന്തെടുക്കുക, ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുകയാണ്. ഈ ഗ്ലാസ് ട്യൂബിന്റെ അറ്റത്ത് എന്ത് ചെയ്യുക, നമ്മളൊരു കോർക്ക് വെച്ചു. കോർക്ക് മീൻസ് സ്റ്റോപ്പർ. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടു. ഈ ഗ്യാപ്പിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അമോണിയ കടത്തി വിടുന്നു. ഡ്രൈ അമോണിയ ഗ്യാസ് കടത്തി വിടുകയാണ്. അതേപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിനകത്തൂടെ എന്ത് കടത്തി വിടുന്നു? ഓക്സിജൻ കടത്തി വിടുന്നു. ഇത് O2 കടത്തി വിടുന്നു. ഇത് NH3 കടത്തി വിടുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇതിനകത്ത് ഒരു ട്യൂബ് ഷോർട്ട്, അമോണിയ കടത്തി വിടുന്ന ട്യൂബ് ലോങ്ങറും ഓക്സിജൻ കടത്തി വിടുന്ന ട്യൂബ് ഷോർട്ടറുമാണ്. എന്നിട്ട് നമ്മളൊരു മാസ്റ്റിക് വെച്ചിട്ട് തന്നെ ഇവിടെ കത്തിക്കുക. മാസ്റ്റിക് വെച്ചിട്ട് തന്നെ ഇവിടെ കത്തിക്കുന്നു. ആ കത്തിക്കുന്നതിന്റെ ഇതും അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ അമോണിയ കത്തും. ഇവിടെ ഒരു ഗ്രീനിഷ്, ഇതൊരു ഗ്രീനിഷ് യെല്ലോയിഷ് കളറിൽ എന്ത് ചെയ്യും? ഒരു ഗ്രീൻ യെല്ലോയിഷ് കളറിൽ ഇത് എന്ത് ചെയ്യും? ഇത് ഗ്രീനിഷ് യെല്ലോയിഷ് കളറിൽ ഇത് എന്ത് ചെയ്യും? കത്തും. ഗ്രീനിഷ് യെല്ലോയിഷ് കളറിൽ ഇത് കത്തും. എന്നിട്ട് വാട്ടർ വേപ്പറും പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നൈട്രജനും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അത് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഷോസ് ദ അമോണിയ കണ്ടെയ്ൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. അതായത് അവിടെ അമോണിയ കത്തും ഗ്രീനിഷ് യെല്ലോയിഷ് ഫ്ലെയിമിൽ. അതിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും? വാട്ടർ വേപ്പറും ഉണ്ടാവും. പിന്നെ എന്തുകൂടെ ഉണ്ടാവും? നൈട്രജനും ഉണ്ടാവും. പിന്നെ എന്തുകൂടെ ഉണ്ടാവും? ഹൈഡ്രജനും ഉണ്ടാവും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന്റെ റിയാക്ഷൻ ഒന്ന് എഴുതിയെടുത്തേക്കെ. ആ റിയാക്ഷൻ വേണമെങ്കിൽ എഴുതിയെടുത്തു, വേണമെങ്കിൽ അല്ല എഴുതിയെടുത്തു. അത് അമോണിയ NH3 ഓക്സിജനുമായിട്ട് കത്തിക്കുവാണ്. അപ്പൊ എന്തുണ്ടാവും? നൈട്രജൻ പ്ലസ് എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. അല്ല, നൈട്രജൻ പ്ലസ് വാട്ടർ വേപ്പർ H2. ബാലൻസ് ചെയ്യണം, ബാലൻസ് ചെയ്തിട്ടില്ല. ബാലൻസ് ചെയ്യാൻ വേണ്ടി 4ഉം ഇവിടെ ഒരു 3ഉം ഇവിടെ ഒരു 2ഉം ഇവിടെ ഒരു 6ഉം കൊടുത്തു. പിന്നെ ഈ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്, എക്സോതെർമിക് ആണ്. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതും കൂടെ എഴുതി വെച്ചേക്കണം. ദിസ് റിയാക്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ. അതായത് തിരിച്ചു നടക്കത്തില്ല, ഇങ്ങനെ നടക്കത്തില്ല. മനസ്സിലായോ? പിന്നെ എക്സോതെർമിക് ആണ്. സ്ട്രോങ്ലി എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റിയാക്ഷന്റെ കൂടെ എന്തുകൂടെ ഉണ്ടാകുന്നുണ്ട്? ഹീറ്റ് കൂടെ ഉണ്ടാകുന്നുണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ നല്ലതായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടെ ഒന്ന് എഴുതി വെച്ചേക്കുക. ഒരു ഡോട്ട് കൂടെ ഇട്ടിട്ട് മിക്സ്ചർ ഓഫ് അമോണിയ ആൻഡ് ഓക്സിജൻ ഈസ് എക്സ്പ്ലോസീവ് ആൻഡ് therefore ഡേഞ്ചറസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ പറഞ്ഞു. ഓക്കെ, അടുത്ത ഹെഡിങ്, അടുത്ത 4ാമത്തെ റിയാക്ഷൻ ആണ്, 4ാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. ഹെഡിങ് എഴുതിക്കോളൂ, കാറ്റലിറ്റിക്
catalytic oxidation of ammonia. Okay, അതെന്താ സംഭവിക്കുന്നത് നോക്കിയോ. In the presence of platinum at 800 degrees Celsius, ammonia reacts with oxygen to give nitric oxide and water vapor. അതായത് പ്ലാറ്റിനത്തിന്റെ പ്രസൻസിൽ എന്താണ് 800 ഡിഗ്രി സെൽഷ്യസിൽ അമോണിയ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡും അതേപോലെ തന്നെ എന്താണ് വാട്ടർ വേപ്പറും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അത് വരയ്ക്കൊന്നും വേണ്ട. ഒരു കമ്പഷൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, കത്തിക്കാൻ അമോണിയൊക്കെ കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു ട്യൂബിനെയാണ് കമ്പഷൻ ട്യൂബ്. നമ്മുടെ നോർമൽ ഗ്ലാസ് ട്യൂബ് പോലെ ആയിരിക്കുന്നത്. അപ്പം അതേലോട്ട് ഞാൻ ഈ അറ്റത്തൊരു റബ്ബർ സ്റ്റോപ്പർ ഫിക്സ് ചെയ്തു. എന്നിട്ട് അതിലോട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരു 2 ഇൻലെറ്റ് പൈപ്പ് വെച്ചിരിക്കുകയാണ്. ഒരു ഇൻലെറ്റ് പൈപ്പിനകത്തൂടെ ഡ്രൈ O2 കടത്തിവിടുന്നു, വരയ്ക്കൊന്നും വേണ്ടേ. അതേപോലെ ഒരു ഇൻലെറ്റ് പൈപ്പിനകത്തൂടെ ഡ്രൈ NH3 കടത്തിവിടുന്നു. ഓക്കെ ആണല്ലോ, കടത്തിവിടുന്നു. എന്നിട്ട് അതിനകത്ത് കയറുന്നു. ഇവിടെ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആണ്, ഇത് PT കാറ്റലിസ്റ്റ് ആണ്. എന്നിട്ട് ഇങ്ങേ അറ്റത്തും ഒരു സ്റ്റോപ്പർ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പ് നേരെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലോട്ടാണ് പോകുന്നത്. ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലോട്ട്. ഞാൻ പടം അത്ര ഇതായിട്ടല്ല വരയ്ക്കുന്നത് കേട്ടോ, ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലോട്ട് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇത് പുറത്തോട്ട് ഇങ്ങനെ. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോകും. ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. ഇത് പ്ലാറ്റിനം ആണല്ലോ. ഇവിടെ ഒന്ന് O2 ഇതിനകത്തോട്ട് കയറി വരും, ഇവിടെ ഒന്ന് NH3 കയറി വരും. പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാമോ, ഈ ഇതിനകത്ത് ഇവിടെ ഒന്ന് റിയാക്ഷൻ നടന്നിട്ട് ഈ പൈപ്പിനകത്തൂടെ ഇതിനകത്ത് ആര് നിറയുമെന്ന് അറിയാമോ, നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും NO. പിന്നെ എന്തുകൊണ്ടാവുന്ന പറഞ്ഞത്, നൈട്രിക് ഓക്സൈഡ് എന്തുകൊണ്ടാവുന്ന പറഞ്ഞത്, നൈട്രിക് ഓക്സൈഡും വാട്ടർ വേപ്പറും ഉണ്ടാവുന്ന പറഞ്ഞത്. ശരിയല്ലേ? ഓക്കെ, ഇതാണ് ജനറലി നടക്കുന്നത്. പിന്നെ ഈ നൈട്രിക് ഓക്സൈഡ് എന്തായിട്ട് മാറും, നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറും. അതവിടെ നിൽക്കട്ടെ. അപ്പം അത് എന്താന്നുള്ള കാര്യം നോക്കി. അതായത് പാസ് ഡ്രൈ അമോണിയം ഗ്യാസ് ആൻഡ് നൈട്രജൻ ഗ്യാസ് ത്രൂ ഇൻലെറ്റ് ഓവർ ഹീറ്റഡ് പ്ലാറ്റിനം പ്ലേസ്ഡ് ഇൻ കമ്പഷൻ ട്യൂബ് വിച്ച് ഇൻ ദ ഹീറ്റഡ് സ്റ്റേറ്റ് എമിറ്റ് റെഡിഷ് ഗ്ലോ. ഇത് ഇപ്പോഴും ഓർത്തോണം കേട്ടോ, ഇതൊരു റെഡിഷ് ഗ്ലോ ആണ് ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് പുറത്തോട്ട് ഒരു റെഡിഷ് ഗ്ലോ ആയിരിക്കും വരുന്നത്. ഈ റെഡിഷ് ഗ്ലോ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നൈട്രജൻ ഡയോക്സൈഡ് ഒരു റെഡിഷ് ബ്രൗൺ വേപ്പറാണ്. അപ്പോൾ അവിടെ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒരു റെഡിഷ് ഗ്ലോ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചോണം കേട്ടോ. അപ്പോൾ പ്ലാറ്റിനത്തിന്റെ സഹായത്തോടു കൂടി, നേരത്തെ നമ്മൾ നൈട്രജനെയും ഓക്സിജനെയും ചുമ്മാ ഹീറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. എന്നാൽ ഇത് പ്ലാറ്റിനത്തിന്റെ സഹായത്തോടു കൂടി ചെയ്തപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഡിഫറെന്റ് ആണ്. വാട്ടർ വേപ്പറും നൈട്രിക് ഓക്സൈഡും ഉണ്ടാകുന്നത്. വീണ്ടും ഈ നൈട്രിക് ഓക്സൈഡിനെ വീണ്ടും എന്തായിട്ട് മാറും, നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ ഒരു എന്തുണ്ടാകുന്നത്, ഒരു റെഡിഷ് ഗ്ലോ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ഓർത്തോണം. ഞാൻ ഈ എക്സ്പെരിമെന്റ് വരച്ചത് അങ്ങ് തുടച്ചു കളയാണ്. എന്നിട്ട് റിയാക്ഷൻ അങ്ങ് എഴുതാം. അതായത് അമോണിയ എന്ത് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്തിന്റെ പ്രസൻസിലാ, പ്ലാറ്റിനം. ടെമ്പറേച്ചർ എത്രയാ, 800 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ എന്തുണ്ടാവുന്നു, വാട്ടർ വേപ്പർ ഉണ്ടാവുന്നു, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്നു, അല്ല നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നു. ഓക്കെ ആണല്ലോ. ഇത് ഗ്യാസ് ആണ്, ഇവല്യൂഷൻ ആണ് കാണിക്കുന്നത്. പ്ലസ് എന്താ, എക്സോതെർമിക് ആയതുകൊണ്ട് ഹീറ്റും ഉണ്ടാവും. ഇനി അവിടെ ഈ ഉണ്ടായ നൈട്രിക് ഓക്സൈഡ് വരുന്ന ഈ ഓക്സിജൻ കുറച്ച് മാത്രമേ NH3 റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ഓക്സിജനുമായിട്ട് ഈ ഉണ്ടായ നൈട്രിക് ഓക്സൈഡ് വീണ്ടും റിയാക്ട് ചെയ്യും. NO will react with O2 again to form എന്താണ്, NO2. ഇതാണ് ബ്രൗൺ ഗ്യാസ് ആയിട്ട് ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് ആയിട്ട്, റെഡിഷ് ബ്രൗൺ വേപ്പർ ആയിട്ട് വരുന്നത് ബ്രൗൺ ഗ്യാസ്. ഓക്കെ ആണല്ലോ. ഇതാണ് അവിടെ റിയാക്ഷൻ ബാലൻസ് ചെയ്യുമ്പോൾ 4
ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 2. ഇത് റിയാക്ഷൻ പഠിച്ചിരിക്കണം. അതിന്റെ പ്രൊസീജിയർ ഒന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒബ്സർവേഷനും പഠിക്കണം. ഒബ്സർവേഷൻ പെട്ടെന്ന് എഴുതണേ. ഓക്കെ, ഒബ്സർവേഷൻ എന്താ? ഒരു ഡോട്ട് എഴുതാം. എന്താ ഒബ്സർവേഷൻ? എന്തൊക്കെയാ ഒബ്സർവേഷൻ? റെഡിഷ് ബ്രൗൺ വേപ്പേഴ്സ് ഓഫ് NO2 are seen in the flask due to oxidation. എന്തുകൊണ്ടാ? NO നെ വീണ്ടും ഓക്സിഡൈസ് ചെയ്തുകൊണ്ടാണ് NO2 ഉണ്ടായത്. ഓക്കെ, ഓക്സിഡേഷൻ ഓഫ് NO. അടുത്തത് the platinum continuous to glow even after heating is discontinued. അതായത് ഞാൻ പറഞ്ഞല്ലോ, പ്ലാറ്റിനം നല്ല ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഒരു ഗ്ലോ ഉണ്ടാവും, ഒരു റെഡിഷ് ഗ്ലോ. നമ്മൾ ആ ഈ റിയാക്ഷൻ കഴിഞ്ഞിട്ട് റിയാക്ഷൻ നിർത്തിയാലും എന്ത് സംഭവിക്കും? ഈ പ്ലാറ്റിനം ഇങ്ങനെ ഗ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും കുറച്ച് നേരത്തേക്ക്. അത് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അടുത്തത്. അപ്പം ഇത് കഴിഞ്ഞു, ഈ റിയാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് 5ാമത്തെ റിയാക്ഷൻ ആണ് അമോണിയ ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. അമോണിയ ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. അമോണിയ മറ്റുള്ളവരെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റിഡക്ഷൻ നടത്തുക എന്നുള്ളതാണ്. റിഡക്ഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക, ഒന്നെങ്കിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക. ഇതാണ് റിഡക്ഷൻ. മറ്റൊരാൾക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കുകയോ മറ്റൊരു ആളിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓക്സിജനെ റിമൂവ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ അമോണിയ ചെയ്യുന്നെന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചോണം. വേറൊരു കാര്യം കൂടെ പറയാം. റിഡക്ഷൻ നടത്തുന്ന ആളെന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? റിഡക്ഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാന്നൊന്നും അറിയത്തില്ല. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രജനും റിമൂവൽ ഓഫ് ഓക്സിജനും. ഓക്കെ, ഒരു നല്ല ആരാണോ നല്ലതായിട്ട് റിഡക്ഷൻ നടത്തുന്നത് അവൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. മനസ്സിലായോ? ആരാണോ നല്ല രീതിയിൽ റിഡക്ഷൻ നടത്തുന്നത് അവൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ്. അതുപോലെ തിരിച്ചും, ആരാണോ നല്ല രീതിയിൽ ഓക്സിഡേഷൻ നടത്തുന്നത് അവൻ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ അമോണിയ നല്ല രീതിയിൽ ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവുണ്ടെന്ന് അർത്ഥം. എപ്പോഴും ശ്രദ്ധിച്ചോണം. നല്ലതായിട്ട് ആർക്കാണോ റിഡക്ഷൻ നടത്താനുള്ള കഴിവ് അവൻ നല്ല ഓക്സിഡൈസിങ് ഏജന്റും, ആരാണോ ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവ് അവൻ നല്ല റെഡ്യൂസിങ് ഏജന്റും ആയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അർത്ഥം. റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ അമോണിയക്ക് എന്ത് നടക്കും അതിനർത്ഥം? അമോണിയക്ക് ഓക്സിഡേഷൻ നടക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ആണല്ലോ? എപ്പോഴും ആലോചിച്ചോണം. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജനും അതേപോലെ തന്നെ റിമൂവൽ ഓഫ് ഹൈഡ്രജനുമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അമോണിയ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണെന്നുള്ളതിനർത്ഥം അമോണിയ നല്ല രീതിയിൽ ഓക്സിഡേഷന് വിധേയമാകും എന്നാണ്. എപ്പോഴും തിരിച്ച് ചിന്തിക്കണം. നല്ല ഓക്സിഡേഷൻ നടത്തുന്ന ആള് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും, നല്ല റിഡക്ഷൻ നടത്തുന്ന ആള് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. എപ്പോഴും ചിന്തിച്ചോണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അതിനകത്ത് സബായിട്ട് എഴുതിക്കോ. സബ് എ എന്ന് എഴുതിയിട്ട് എഴുതുക. റിഡക്ഷൻ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്.
reduction of metallic oxides. Reduction of metallic oxides. എന്ന് എഴുതിയിട്ട് reduction of metallic oxides. Reduction of metallic oxides നകത്ത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമോണിയ അതുകൂടെ എഴുതിക്കും. അമോണിയ reduces heated metallic oxide to give metals water vapor and nitrogen. Ammonia reduces heated metallic oxide to give metal, water vapor and nitrogen. Okay ആണല്ലോ. നമുക്ക് അതിന്റെ റിയാക്ഷനും കൂടെ ഒന്ന് എഴുതിയേക്കാം. റിയാക്ഷൻ നോക്കിക്കോളൂ. അമോണിയ എന്താ ചെയ്യുമെന്ന് പറഞ്ഞത്? മെറ്റാലിക് ഓക്സൈഡിനെ എന്ത് ചെയ്യുന്ന റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് നോക്കിയോ. മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കോപ്പർ ഓക്സൈഡ് എടുക്കാം. കോപ്പർ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുക അല്ലെ ഓക്സിജനെ റിമൂവ് ചെയ്യുക എന്നാണ് അല്ലേ? അപ്പം ആരെയാ റെഡ്യൂസ് ചെയ്യുന്നത്? അമോണിയ ആരെയാ റെഡ്യൂസ് ചെയ്യുന്നത്? CuO-നെ. അപ്പൊ CuO-ക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? ഹൈഡ്രജനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യാം? CuO-ക്കകത്തുനിന്ന് ഓക്സിജനെ എടുത്ത് കളയാം. ഓക്സിജനെ എടുത്ത് കളഞ്ഞാലും അവിടെ എന്താ നടക്കുക? അവിടെ റിഡക്ഷൻ ആണ് നടന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ നോക്കിക്കോളൂ. അതായത് ഇവന്റെ അതിനകത്തുനിന്ന് ഓക്സിജനെ റിമൂവ് ചെയ്ത് കളയാണ്. അപ്പൊ എന്തുണ്ടാവും? ഓക്സിജൻ റിമൂവ് ചെയ്താൽ CO ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ഈ ഓക്സിജൻ പോയിട്ട് ഈ ഹൈഡ്രജനുമായിട്ട് ചേർന്നിട്ട് വാട്ടർ ഉണ്ടാവും. പിന്നെ നൈട്രജൻ മാത്രമായിട്ട് സെപ്പറേറ്റ് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ അമോണിയ ഇതിനെ റെഡ്യൂസ് ചെയ്തു. എന്നാൽ അമോണിയക്ക് എന്ത് സംഭവിച്ചു? അമോണിയക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, നല്ല റെഡ്യൂസിങ് ഏജന്റ് എന്തായിരിക്കും? നല്ലോണം ഓക്സിഡേഷൻ നടത്താൻ ഓക്സിഡേഷൻ നടക്കുന്ന ഒരാളായിരിക്കും. ഇവന് നല്ല രീതിയിൽ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇവൻ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയത്. ഓക്കെ ആണല്ലോ. ഇനി ഇവൻ ആരെയാ റെഡ്യൂസ് ചെയ്തത്? ഇവൻ CuO-നെയാണ് റെഡ്യൂസ് ചെയ്തത്. റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ അവന് ഹൈഡ്രജനെ കൊടുക്കുക, അല്ലെങ്കിൽ ഓക്സിജനെ എടുത്തു മാറ്റുക. ശരിക്കും അമോണിയ എന്തോ ചെയ്തത്? CuO-ക്കകത്ത് ഓക്സിജനെ എടുത്തു മാറ്റി. അപ്പൊ അവിടെ റിഡക്ഷൻ നടന്നു. എവിടെ റിഡക്ഷൻ നടന്നു? ഇവിടെ റിഡക്ഷൻ നടന്നു. എന്നിട്ട് CuO ആയിട്ട് മാറി. ഇവൻ ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് ഓക്സൈഡ്. അത് എഴുതണം. കളർ ചേഞ്ച് ചെയ്ത് ഇവൻ എന്തായിട്ട് മാറി? ഇവിടെ വന്നപ്പോൾ ഇവൻ റെഡിഷ് ബ്രൗൺ ആയിട്ട് മാറി. റെഡിഷ് ബ്രൗൺ ആയിട്ട് മാറി. അതാണ് അവിടെ ഉണ്ടായ വ്യത്യാസം. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ എന്ത് നടന്നു? അവിടെ അമോണിയക്ക് ഓക്സിഡേഷനും CuO-ക്ക് റിഡക്ഷനും നടന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് രണ്ടും സോളിഡ് ആണ്. കോപ്പർ ഓക്സൈഡും സോളിഡ് ആണ്, കോപ്പറും സോളിഡ് ആണ്. ഇത് ബ്ലാക്ക് സോളിഡ്, ഇത് റെഡിഷ് ബ്രൗൺ സോളിഡ്. ഓക്കെ ആണല്ലോ. അതിന്റെ താഴോട്ട് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ അതിന്റെ താഴോട്ട് എഴുതുക. എഴുതി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടേക്ക് എഴുതുക. The black ഒരു ഡോട്ട് ഇട്ട് എഴുതണേ. The black copper oxide is reduced to reddish brown copper. ഇതൊക്കെ പഠിച്ചോണം, ഈ കളർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ വേറൊരു ഇത് എടുക്കുവാണെങ്കിൽ, ബി എടുക്കുവാണെങ്കിൽ, അല്ല ഒരു സ്റ്റാർ ഇട്ട് എഴുതിക്കോ. നിങ്ങൾ മറ്റേ അമോണിയ റെഡ്യൂസ് ഹീറ്റഡ് മെറ്റാലിക് ഓക്സൈഡ് ആണ്. ഓക്കെ, സ്റ്റാർ ഇട്ട് എഴുതിക്കോ. അമോണിയ reduces heated yellow lead monoxide to grayish metallic lead. lead ഓക്സൈഡിനെ lead ആക്കി മാറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമോണിയ എടുക്കുന്നു, NH3 എടുക്കുന്നു, പ്ലസ് എന്താ lead ഓക്സൈഡ് PbO.
ഈ ഇതിനകത്ത് ഓക്സിജൻ റിമൂവ് ആവുക ചെയ്യുന്നത്. അപ്പം PbO റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്, റിഡക്ഷൻ നടത്തുക. ആരാ റിഡക്ഷൻ നടത്തുന്നത്? ഇവനെ. അപ്പോൾ ഇവനെ റിഡക്ഷന് സഹായിച്ച ആളായതുകൊണ്ടാണ് ഇവനെ റിഡ്യൂസിങ് ഏജന്റ് വിളിക്കുന്നത്. അപ്പോൾ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഒരു യെല്ലോ കളറാണ്, യെല്ലോ ആണ്. പിന്നെ എന്തായിട്ട് മാറ്റും? ലെഡ് ആയിട്ട് മാറ്റും. Pb പ്ലസ് H2O+, നേരത്തെ പോലെ N2 ബാലൻസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ നേരത്തെ. ഇത് ഗ്രേ കളറാണ്, ഒറിജിനൽ മെറ്റാലിക് ലെഡിന് ഗ്രേ കളറാണ്. ഏതാ പെൻസില്? ആണോ? ഗ്രേ കളറല്ലേ? ഇത് ഗ്രേഷ് കളറല്ലേ? പക്ഷെ അതിനകത്ത് ഇച്ചിരി ഈ പറഞ്ഞ പോലെ തന്നെ വേറൊക്കെ ഇത് ചേരുന്നുണ്ട്, പ്യുവർ അല്ല. ഇവിടെ ഉണ്ടാകുന്ന നൈട്രജൻ എങ്ങനെ കളക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? അതുകൂടെ ഒന്ന് വേണേ എഴുതിക്കോ. അതായത് നൈട്രജൻ ഫോംഡ്, ഒരു ഡോട്ട് എഴുതുക. നൈട്രജൻ ഫോംഡ് in the above reaction, reaction is collected over what? Is collected over water. നമ്മൾ HCl കളക്ടഡ് ഓവർ വാട്ടർ അല്ലായിരുന്നു, NH3 കളക്ടഡ് ഓവർ വാട്ടർ അല്ലായിരുന്നു. കാരണം ഇത് രണ്ടും വാട്ടർ സോലുബിൾ ആയിരുന്നു. അതുകൊണ്ട് ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എയറും അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എയറിലുമാണ് അത് കളക്ട് ചെയ്തത്. പക്ഷെ ഇവിടെ ഈ നൈട്രജന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ നൈട്രജൻ എന്താ? വാട്ടറിൽ സോലുബിൾ അല്ലാത്തതുകൊണ്ട് വാട്ടറിൽ ബബിൾസ് ഫോം ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ കളക്ടഡ് ഓവർ വാട്ടറിന്റെ മുകളിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. അതായത് ഒരു എക്സ്പെരിമെന്റ് നിങ്ങളുടെ അതിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ പേജ് നമ്പർ 157-നകത്ത് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. ബാക്കിയായിട്ട് എഴുതിക്കോ. The water formed is collected in the U-tube and is tested. അയ്യോ, അത് വേറൊരു ഇതായിട്ട് എഴുതാമോ? ബാക്കിയായിട്ട് എഴുതണ്ട, വേറൊരു ഡോട്ടായിട്ട് എഴുതാം. കാരണം നമ്മൾ നൈട്രജന്റെ കളക്ഷനാണ് എഴുതിയത്. നൈട്രജൻ മാത്രമല്ലല്ലോ ഉണ്ടാകുന്നത് അവിടെ. ആ റിയാക്ഷൻ അത് വാട്ടർ കൂടെ ഉണ്ടാകുന്നില്ലേ? ഇല്ലേ? ഉണ്ടാകുന്നില്ലേ? വാട്ടർ ഉണ്ടാകുന്നില്ലേ? H2O ഉണ്ടാകുന്നില്ലേ റിയാക്ഷനകത്ത്? H2O ഉണ്ടാകുന്നില്ലേടെ? അപ്പൊ അതിനെ കളക്ട് ചെയ്യുന്നതാണ് എഴുതിയിരുന്നത്. The water formed is collected in the U-tube ആണ്. ഒരു യൂട്യൂബ് ഉണ്ട്, ആ എക്സ്പെരിമെന്റിനകത്തുണ്ട് യൂട്യൂബ് and is tested with anhydrous copper sulfate which turns blue. അമോണിയ ഒരു ഡോട്ട് അടുത്തിട്ട് വരിക. അമോണിയ ഈസ് therefore a nitrogen hydride. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എ എന്നല്ലേ അവിടെ എഴുതിയത്? എയുടെയാണ് നമ്മളിപ്പം റിഡക്ഷൻ ഓഫ് മെറ്റാലിക് ക്ലോറൈഡ് എന്ന് എഴുതിയത്. ബി എന്ന് എഴുതുക. ബി എന്ന് എഴുതിയിട്ട് റിഡക്ഷൻ ഓഫ് ക്ലോറിൻ ടു ഹൈഡ്രജൻ ക്ലോറൈഡ്. നമ്മൾ പറഞ്ഞായിരുന്നു റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനെ റിമൂവ് ചെയ്യുന്നതും റിഡക്ഷൻ ആണ്, ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നതും റിഡക്ഷൻ ആണ്. ക്ലോറിനകത്തോട്ട് ഹൈഡ്രജനെ ആഡ് ചെയ്തു എന്നിട്ട് അപ്പൊ എന്തുണ്ടാവും? ക്ലോറിനകത്ത് ഹൈഡ്രജനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ HCl ഉണ്ടാവും. അപ്പൊ ഹൈഡ്രജനെ ആഡ് ചെയ്തപ്പോൾ അത് റിഡക്ഷനുമായി അവിടെ HCl ഫോം ചെയ്യുകയും ചെയ്തു. ആരാ എച്ചിനെ കൊടുത്തത്? നൈട്രജന്. അങ്ങനെ നൈട്രജൻ റെഡ്യൂസിങ് ഏജന്റുമായി. നൈട്രജൻ അല്ല, അമോണിയ.
ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ എഴുതാം നമുക്ക്. when when chlorine when chlorine reacts with ammonia it is reduced to HCl which further combines with excess of ammonia and forms NH4Cl. അതായത് എന്താ, ക്ലോറിൻ അമോണിയയോട് റിയാക്ട് ചെയ്യുമ്പോൾ അത് റെഡ്യൂസ് ചെയ്തിട്ട് HCl ഉണ്ടാകുന്നു. വീണ്ടും ആ HCl എന്ത് ചെയ്യുന്നു, അമോണിയ എക്സസ് അമോണിയയായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ NH4Cl ഉണ്ടാകുന്നു. അത്രേ ഉള്ളൂ. അപ്പം അതിന്റെ റിയാക്ഷൻ ഇങ്ങനെ എഴുതാം നമുക്ക്. അപ്പം അവിടെ രണ്ട് ഇതുണ്ട്. ക്ലോറിൻ എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അമോണിയ എക്സസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. നമ്മൾ ആദ്യം വെൻ അമോണിയ ഇസ് ഇൻ എക്സസ് എടുക്കാം. വെൻ അമോണിയ ഇൻ എക്സസ്. അമോണിയ ഇൻ എക്സസ് ആയിട്ട് എടുത്താൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം NH3Cl2 റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? നൈട്രജനും നമുക്ക് വേണ്ട HCl ഉണ്ടാവും. വീണ്ടും എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ എക്സസ് ആയിട്ട് NH3 എടുത്തു കഴിഞ്ഞാൽ വീണ്ടും NH3 അവിടെ ഒത്തിരി ഉണ്ട്. ആ NH3 എന്ത് ചെയ്യും? ഈ ഉണ്ടായ HCl റിയാക്ട് ചെയ്തിട്ട് അവിടെ NH4Cl ഉണ്ടാവും. ബാലൻസ് ചെയ്യണം, ബാലൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഈ റിയാക്ഷൻ എന്താണ് ബാലൻസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് എഴുതണേ. 2NH3, ഇവിടെ 3Cl2, ഇവിടെ 6HCl, ഇവിടെ 6NH3, ഇവിടെ 6HCl, ഇവിടെ 6NH4Cl. ഇത് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ റിയാക്ഷൻ വരുന്നത്. ഇപ്പോൾ ആറ് രണ്ടും എത്ര നൈട്രജൻ ഉണ്ട്? 6NH3 നൈട്രജൻ അല്ല, 6NH3 2NH3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 8NH3. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ സൈഡിലുള്ള HCl ഈ സൈഡിലുള്ള HCl വെട്ടിപ്പോകാം. നമുക്ക് എഴുതാം എന്തായാലും 3Cl2 പ്ലസ് 6HCl gives ഇപ്പുറത്ത് N2 പ്ലസ് 6HCl പ്ലസ് 6NH4Cl. ഇവിടുത്തെ 6HCl 6HCl കട്ട് ചെയ്ത് പോയി. ബാക്കി വരുന്നത് എന്താണ്? ഫൈനൽ റിയാക്ഷൻ NH3 പ്ലസ് 3Cl2 gives N2 പ്ലസ് 6NH4Cl. ഇതായിരിക്കും ഓവറോൾ റിയാക്ഷൻ. ഇത് അമോണിയ എക്സസ് ആയിട്ട് എടുക്കുവാണെങ്കിലാണ് ഇതുണ്ടാവുന്നത്. എന്നാൽ ക്ലോറിൻ എക്സസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ റിയാക്ഷൻ വേറൊരു രീതിയിലായിരിക്കും നടക്കുന്നത്. ഇത് രണ്ടും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ഒരു ഒബ്സർവേഷനും കൂടെ എഴുതിക്കോളൂ. ദ ഗ്രീനിഷ് യെല്ലോ കളർ ഓഫ് ക്ലോറിൻ disappear and white fumes of ammonium chloride are found. നമ്മൾ അമോണിയ എടുത്തിട്ട് ക്ലോറിനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറിൻ ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ്. അപ്പോൾ ആ ഗ്രീനിഷ് യെല്ലോ കളർ മാറിയിട്ട് നമുക്ക് NH4Cl ഫോം ചെയ്തുകൊണ്ട് അവിടെ വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകും. ഇതാണ് ആദ്യത്തെ എക്സ്പെരിമെന്റ്. അതായത് അമോണിയ എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി ക്ലോറിൻ എക്സസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് കൂടെ പറയാം. B എന്ന് എഴുതുക. വെൻ ക്ലോറിൻ ഈസ് ഇൻ എക്സസ്. വെൻ B എന്ന് എഴുതിയിട്ട് വെൻ ക്ലോറിൻ ഈസ് ഇൻ എക്സസ്. ക്ലോറിൻ എക്സസ് ആയിട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? The products formed are hydrogen chloride and yellow colored, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, yellow colored highly explosive liquid nitrogen trichloride. ക്ലോറിൻ എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ
NH4Cl ഒന്നും ഉണ്ടാകത്തില്ല, പകരം നൈട്രജൻ ട്രൈക്ലോറൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്, പൊട്ടിത്തെറിക്കും. NH3 plus 3Cl2 gives 3HCl plus NCl3. ഇതാണ് നൈട്രജൻ ട്രൈക്ലോറൈഡ്. HCl plus NCl3 ആണ്. അതേപോലെ തന്നെ അടുത്ത ആറാമത്തെ റിയാക്ഷൻ വിത്ത് ആസിഡ്. റിയാക്ഷൻ വിത്ത് ആസിഡ്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് സോൾട്ട് ഉണ്ടാവും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ എഴുതാം, അമോണിയ NH3 പ്ലസ് HCl ആയിട്ട് റിയാക്ട് ചെയ്യും. ഇതെന്താ, HCl ആസിഡ് അല്ലേ, എന്താ സംഭവിക്കുന്നത്? NH4Cl ഉണ്ടാവും, ശരിയല്ലേ? ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ഇതും ഗേഷ്യസ് സ്റ്റേറ്റിലായിരുന്നു. ഇത് കണ്ടോ, സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇത് അമോണിയം ക്ലോറൈഡ് ആണ്. അതേപോലെ തന്നെ അമോണിയ പോയിട്ട് നൈട്രിക് ആസിഡുമായിട്ട് ചേർന്നാലും, എന്താ സംഭവിക്കുന്നത്? അതിന്റെ കറസ്പോണ്ടിങ് സോൾട്ട് NH4NO3 ഉണ്ടാവും, അമോണിയം നൈട്രേറ്റ്. അതേപോലെ തന്നെ NH3 പോയിട്ട് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്താലും അതിന്റെ കറസ്പോണ്ടിങ് സോൾട്ട് NH4 ട്വൈസ് SO4 ഉണ്ടാവും, അമോണിയം സൾഫേറ്റ്. ഇനിയും ഇത് ഗേഷ്യസ് ആയിട്ടുള്ള അമോണിയ റിയാക്ട് ചെയ്തത്. അക്വസ് അമോണിയ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലോ? അക്വസ് അമോണിയ എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? NH3 അത് കുറച്ച് വെള്ളം ആഡ് ചെയ്തതാണ്. NH3 അത് വെള്ളം ആഡ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? NH4OH ഫോം ചെയ്യും. അപ്പൊ അക്വസ് അമോണിയ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണെന്ന് സങ്കല്പിച്ചോണം, NH4OH ആണ് സങ്കല്പിച്ചോണം. അത് HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് അക്വസ് അമോണിയ ആണ്, അമോണിയാണ് NH4Cl എപ്പോഴും NH4OH കേട്ടോ, എപ്പോഴും ആലോചിച്ചോണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെയും NH4Cl പ്ലസ് അവിടെ ഉണ്ടാകുന്നത് വാട്ടറും കൂടെ ഉണ്ടാകും. അതേപോലെ തന്നെ ഇത് പോയിട്ട് അക്വസ് അമോണിയ പോയിട്ട് HNO3 ട്രീറ്റ് ചെയ്താലോ, HNO3 റിയാക്ട് ചെയ്താലും അവിടെ NH4NO3യും വാട്ടറും ഉണ്ടാവും. അതേപോലെ തന്നെ അക്വസ് അമോണിയ പോയിട്ട് H2SO4 റിയാക്ട് ചെയ്താലും അവിടെ എന്തായിരിക്കും? NH4 ട്വൈസ് NO3 പ്ലസ് NH4 ട്വൈസ് SO2 SO4 ആണ്, സൾഫേറ്റ് അല്ലേ. SO4 പ്ലസ് എത്രയാ? H2O. ഇതായിരിക്കും. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ലാസ്റ്റ് റിയാക്ഷൻ ആണ്, ഏഴാമത്തെ റിയാക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിയാക്ഷൻ ഓഫ് aqueous solution of ammonia with soluble metal salt. സോലുബിൾ മെറ്റൽ സോൾട്ട് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ അലിയുന്ന സോൾട്ടുകൾ, അതാണ് സോലുബിൾ മെറ്റൽ സോൾട്ട്, മെറ്റാലിക് സോൾട്ട്. ഓക്കെ, അപ്പം നമുക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കാം. അതായത് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ എന്ന് പറയുമ്പോൾ എന്താ? അക്വസ് അമോണിയ എന്ന് പറയുമ്പോൾ എന്താടേ? NH4OH അക്വസ് അമോണിയ എന്ന് പറയുന്നത് അല്ലേ? അപ്പം അമോണിയം ഹൈഡ്രോക്സൈഡ് reacts with soluble salt of metals to give insoluble
precipitate, PPT, insoluble precipitate of their respective metallic hydroxide. അവിടെ എപ്പോഴും ആലോചിച്ചോണം, എക്സെപ്റ്റ് ഒരു എക്സെപ്ഷൻ ഉണ്ട്, എക്സെപ്റ്റ് സോഡിയം ആൻഡ് പൊട്ടാസ്യം, Na and K. സോഡിയം സോൾട്ടും പൊട്ടാസ്യം സോൾട്ടും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അതുമായിട്ട് പോയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം അതിനകത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം FeSO4 അത് അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക, NH4OH ആയിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്നതെന്ന് അറിയാമോ? NH4 ട്വൈസ് SO4 ഉണ്ടാവും, സോൾട്ട്, പ്ലസ് കണ്ടോ ഫെറസ് ഹൈഡ്രോക്സൈഡ് FeOH ട്വൈസ് ഉണ്ടാവും. കണ്ടോ, ഇത് ഇൻസോലുബിൾ ആണ്, ഇൻസോലുബിൾ PPT ആണ്. പക്ഷെ ഇതിന്റെ കളർ കൊണ്ട് ഇത് ഡർട്ടി ഗ്രീൻ ആണ്. അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് നമ്മൾ പഠിക്കും ഇത് ഡീറ്റെയിൽ ആയിട്ട്. അതേപോലെ തന്നെ നമുക്ക് FeCl3 എടുക്കാം. ഇതും ഒരു സോൾട്ട് അല്ലേ, സോലുബിൾ സോൾട്ട് ആണ്. ഇത് NH4OH ആയിട്ട് റിയാക്ട് ചെയ്താലോ അപ്പോഴും ഉണ്ടാകുന്നത് NH4Cl ആണ് ഉണ്ടാകുന്നത്, പ്ലസ് FeOH ത്രൈസ് ആണ് ഉണ്ടാകുന്നത്. ഇത് റെഡിഷ് ബ്രൗൺ ആണ്, ഫെറിക് ഹൈഡ്രോക്സൈഡ്, റെഡിഷ് ബ്രൗൺ, ഇതും PPT ആണ്. ഓക്കെ, അടുത്തത് ഒരു PB. ഇതിന്റെ തന്നെ PB വേറൊരു സോലുബിൾ സോൾട്ട് എടുക്കാം. നമുക്ക് വേറൊരു സോലുബിൾ സോൾട്ട് എടുക്കാം. നോക്കിക്കോളൂ, വേറൊരു സോലുബിൾ സോൾട്ട് PbNO3 ട്വൈസ്. അത് NH4OH ആയിട്ട് ട്രീറ്റ് ചെയ്താലോ, NH4OH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം PbOH ത്രൈസ് ഉണ്ടാവും, അല്ലെ, OH ട്വൈസ് ഉണ്ടാവും. സോറി ആദ്യം ഉണ്ടാകുന്ന സോൾട്ട് NH4NO3 പ്ലസ് PbOH ട്വൈസ് ഉണ്ടാവും. ഇത് പ്രിസിപ്പിറ്റേറ്റ് ആണ്. പ്രിസിപ്പിറ്റേറ്റ് ആകുമ്പോൾ എല്ലാത്തിനും താഴോട്ട് ഒരു ഡൗൺ ആരോ ഇട്ടോണം കേട്ടോ, പ്രിസിപ്പിറ്റേറ്റിന് എല്ലാമേ. ഇത് ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ആണ്, ലെഡ് ഹൈഡ്രോക്സൈഡ്, വൈറ്റ് ആണ്. അതേപോലെ അടുത്തത് സിങ്ക് നൈട്രേറ്റ്, ZnNO3 ട്വൈസ്. അത് NH4OH ആയിട്ട് ട്രീറ്റ് ചെയ്താലോ അപ്പോഴും എന്താ ഉണ്ടാകുന്നത്, NH4NO3 ഉണ്ടാകുന്നു സോൾട്ടായിട്ട്, NH4NO3 ഉണ്ടാകുന്നു, പ്ലസ് സിങ്ക് ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു, ZnOH ട്വൈസ്. ഇത് ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രിസിപ്പിറ്റേറ്റ് ആണ്, വൈറ്റ് ജെലാറ്റിനസ് ആണ്, അതേപോലെ ഒരെണ്ണം കൂടെ എഴുതിക്കോ, CuSO4 പ്ലസ് NH4OH. ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ NH4 ട്വൈസ് SO4 പ്ലസ് എന്താ CuOH ട്വൈസ് ആണ്. ഇത് പെയിൽ ബ്ലൂ ആണ്, PPT ആണ്. ഇതെല്ലാം ഡൗൺ ആരോ ഇട്ടേക്കണം കേട്ടോ, ഇതെല്ലാം പ്രിസിപ്പിറ്റേറ്റ് ആണ്, ഇതെല്ലാം ഡൗൺ ആരോ ഇട്ടേക്കണം. ഏതാ ഹൈഡ്രോക്സൈഡുകളെല്ലാം. ഇനി ഇതിനകത്ത് ഒരു കാര്യം ആലോചിക്കണം, ആദ്യത്തേത് ഇൻസോലുബിൾ ആണ്, ഇതും ഇൻസോലുബിൾ ആണ്, ലെഡ് ഹൈഡ്രോക്സൈഡും ഇൻസോലുബിൾ ആണ്. പക്ഷെ സിങ്ക് ഹൈഡ്രോക്സൈഡ് സോലുബിൾ ആണ്, ഇതും സോലുബിൾ ആണ്. അതും പ്രത്യേകം മെൻഷൻ ചെയ്യണം. എന്തിനകത്താ, എക്സസ് ഓഫ് NH4OH എടുത്തു കഴിഞ്ഞാൽ അത് സോലുബിൾ ആവും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അത് ഇതിനെയും നമുക്ക് ആക്ച്വലി ചാപ്റ്റർ തീർന്നു. ഇനിയിപ്പോൾ ടെസ്റ്റ് ഫോർ അമോണിയ ഗ്യാസും അമോണിയ അയോണും ഉണ്ട്, അത് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂസസും ഉള്ളൂ. അത് നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതങ്ങ് പഠിച്ചു പോവാം. എനിക്ക് നോക്കട്ടെ, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം.
കുഞ്ഞുങ്ങളെ ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കാവോ ക്ലാസ്സിൽ? മിഷേൽ, ദിവ്യ, അഭിനവ് ഇരിക്കാവോ? അതോ എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. സർ. ബാക്കി കൂടെ അങ്ങ് എഴുതിക്കോ. ടെസ്റ്റ് ഫോർ അമോണിയ ഗ്യാസ് ആൻഡ് അമോണിയം അയൺ എഴുതിക്കോളൂ. ടെസ്റ്റ് ഫോർ അമോണിയ ഗ്യാസ് ആൻഡ് അമോണിയം. ടെസ്റ്റ് ഫോർ അമോണിയ ഗ്യാസ് ആൻഡ് അമോണിയ അയോൺ. അമോണിയ അയോൺ. ഓക്കെ, ഒരു ഡോട്ട് എഴുതിക്കോ. അമോണിയ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഉള്ളതുകൊണ്ടാണ്. ആ ക്യാരക്ടറിസ്റ്റിക്കിൽ ഒരെണ്ണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഷാർപ്പ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. രണ്ടാമത്തേത് ഇറ്റ് ടേൺസ് നമുക്കറിയാം മോയിസ്റ്റ് എന്താണ്? റെഡ് ലിറ്റ്മസ് എന്താക്കി മാറ്റും? എന്താണ്? ബ്ലൂ ആക്കും. അതേപോലെ തന്നെ മോയിസ്റ്റ് ടർമറിക് പേപ്പർ ബ്രൗൺ ആക്കും. അതേപോലെ തന്നെ ഫിനോൾഫ്തലീൻ സൊല്യൂഷൻ എന്താക്കും? ഫിനോൾഫ്തലീൻ സൊല്യൂഷൻ എന്താക്കും? സൊല്യൂഷൻ പിങ്ക് ആക്കി മാറ്റും. ഓക്കെ ആണല്ലോ. അതേപോലെ അതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് dense white fumes with concentrated HCl. അതായത് നമുക്കറിയാം, അതായത് അമോണിയ HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ NH4Cl ഉണ്ടാവും. ഇതാണ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാക്കുന്ന അമോണിയം ക്ലോറൈഡ്. ഇതിനാണ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ്. അടുത്തത് when NH3 gas is passed through copper sulfate solution, blue PPT is formed, which changes to deep blue, on passing the gas in excess.
അതായത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3 കോപ്പർ സൾഫേറ്റിനകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ precipitate ഫോം ചെയ്യും. എക്സസ് ഗ്യാസ് അതിനകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂ എന്നുള്ളത് ഡീപ് ബ്ലൂ ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് അമോണിയ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് all ammonium salt generally produce ammonia gas when warmed with alkali. അടുത്തത് ammonium salt give brown color or crisp PPT with Nessler's reagent. Important ആണ് Nessler's reagent അല്ലെങ്കിൽ Nessler's solution. നമ്മുടെ സൊല്യൂഷൻ ആണ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് K2HgI4 ആണ്. അർജുനെ, എന്റെ ക്ലാസ് കഴിഞ്ഞില്ലായിരുന്നു, അപ്പൊ ഇന്നത്തെ ക്ലാസ് നാളത്തേക്ക് ആക്കുവാണേ. ഓക്കെ സാർ. ഇന്ന് ക്ലാസ് ഇല്ല സാർ? ഇന്നില്ല. ഓക്കെ. ഇനിയും ഈ നെസ്ലെസ് സൊല്യൂഷൻ എന്താണെന്ന് കൂടെ വേണേൽ എഴുതി വെച്ചോ. A slightly alkaline solution of potassium mercuric iodide made by adding KOH. ഇതാണ് നെസ്ലെസ് റിയേജന്റ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്രമേ ഉള്ളൂ. ഇനിയും അതിന്റെ യൂസസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എഴുതുന്നത് നിങ്ങൾ എഴുതിക്കോണേ. യൂസസ് ഓഫ് അമോണിയ എന്താ അതിന്റെ ഒന്നാമത്തെ ഹെഡ്, ഇത് മെയിൻ ഇത് മാത്രം എഴുതി പോവാം. ലിക്വിഡ് അമോണിയ ഈസ് യൂസ്ഡ് ആസ് എ refrigerant in ice plant. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതായത് anhydrous ammonia is a clear colorless liquid under high pressure. It evaporates rapidly and produce cooling effect. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ അൻഹൈഡ്രസ് അമോണിയ എന്ന് പറയുമ്പോൾ അക്വസ് അല്ലാത്ത അമോണിയ, ഡ്രൈ അമോണിയ, അതാണ്. അത് ക്ലിയർ ആണ്, കളർലെസ് ആണ്. പിന്നെ അതിന് ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ലിക്വിഫൈഡ് അമോണിയ ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അതെന്ത് ചെയ്യാൻ അറിയാം? പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകാൻ കഴിവുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരം വിയർത്ത് കഴിഞ്ഞിട്ട് ആ വിയർപ്പ് ആവിയായിട്ട് പോകുമ്പോൾ നമുക്ക് ശരീരത്തിൽ കൂളിംഗ് എഫക്റ്റ് ഇല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ വിയർത്തിട്ട് നോടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ തണുപ്പില്ലേ? വിയർത്തിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ തണുപ്പില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വിയർപ്പ് ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ഗ്യാസ് ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ആ കൂളിംഗ് എഫക്റ്റ് ആണ് അതിനെ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സഹായപ്രദമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? This makes ammonia a good refrigerant
റെഫ്രിജറന്റ്. സാധാരണ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിനകത്തൊക്കെ AC-ക്കകത്തൊക്കെ നമ്മൾ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണെന്നറിയാമോ? CFC, ക്ലോറോ ഫ്ലൂറോ കാർബണും അതേപോലെ ഫ്രിയോൺസും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഇത് നമ്മുടെ ഒസോൺ പാളികളിൽ എന്തുണ്ടാക്കും? ഒസോൺ പാളികളിൽ ഡിപ്ലീഷൻ ഉണ്ടാക്കും, വിള്ളലുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ പാടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അൾട്രാവയലറ്റ് കിരണങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഭൂമിയിൽ എത്തും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്ലോബൽ ചൂട് കൂടും, അന്തരീക്ഷം ഭയങ്കരമായിട്ട് താപം കൂടുമ്പോൾ അന്റാർട്ടിക്കയിലെ ഐസ് ഉരുകി കടലെല്ലാം എന്ത് ചെയ്യും? കയറും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൂടെ എഴുതിക്കോ, അതും കൂടെ എഴുതി പോക്കോ. The main refrigerant used are freon, chlorofluorocarbon. They deplete ozone layer and ജോഷുവ ക്ലാസ് അല്ല, ജോഹാനെ ക്ലാസ് നാളത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്റെ ക്ലാസ് തീർന്നില്ലായിരുന്നു. ഓക്കെ സർ. They deplete ozone layer and cause global warming. അതിന്റെ റിയാക്ഷൻ എഴുതണം. ഇങ്ങനെ CF2Cl2 ഗ്യാസ് ആണ്, ക്ലോറോഫ്ലൂറോ കാർബണിൻ്റെ. ഇത് UV ലൈറ്റ് കടന്നു പോകുമ്പോഴത്തേക്കും ഇത് CF2Cl+ ആയിട്ട് മാറുന്നു. ഇത് ഫ്രീ റാഡിക്കലാണ്. ഈ ഫ്രീ റാഡിക്കലാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എഴുതുക. ദ ഫ്രീ റാഡിക്കൽ, അതിന്റെ താഴോട്ട് ദ ഫ്രീ റാഡിക്കൽ ക്ലോറിൻ Cl react with ozone and chlorine monoxide is formed. അതായത് ഈ ക്ലോറിൻ പോയിട്ട് ഓസോണുമായിട്ട് ചേരുമ്പോൾ ക്ലോറിൻ മോണോക്സൈഡും ഓക്സിജനും ഉണ്ടാവും. This cause ozone layer depletion. As more free radical chlorine is formed. Chlorine is formed when chlorine monoxide, when ClO reacts with oxygen further, O2 further. ഓക്കെ ആണല്ലോ. പിന്നെ ഇനി എന്താ? എഴുതിക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് അമോണിയ പറഞ്ഞത് അതും കൂടെ എഴുതിക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് അമോണിയ. അമോണിയയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് അമോണിയ ആസ് റെഫ്രിജറന്റ് ആണ്. എന്താ അമോണിയയുടെ അഡ്വാൻറ്റേജ്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റലി കോമ്പാറ്റിബിൾ. അമോണിയ ഈസ് environmentally compatible. അതിനർത്ഥം എന്തുവാ? മറ്റേതുപോലെ ഓസോൺ പാളികളിൽ വിള്ളലുകൾ എന്ത് ചെയ്യത്തില്ല, ഉണ്ടാക്കത്തില്ല, ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. രണ്ടാമത്തേത്
it has a recognizable odor. So leakage can be easily identified. അത് മതി. അടുത്തത് ഡിസഡ്വാൻറ്റേജ്. ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ പറയുക, നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഉപയോഗിക്കുന്നത് കോപ്പർ പൈപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, it is not compatible with copper. So it cannot be used in any system with copper pipes. And is poisonous in high concentration. അടുത്തത് ഓരോ ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. It is an സാറേ important. അത് എഴുതിയില്ല. കേട്ടില്ല. അത് എഴുതിയില്ലായിരുന്നു. എഴുതിയില്ല. യെസ്, എഴുതി സർ. ഓക്കെ, അപ്പം അടുത്തത് എഴുതേണ്ടത് ഇറ്റ് ഈസ് an important laboratory reagent. അടുത്തത് aqueous NH3 is used to remove grease and stains from clothes, for cleaning tiles and windows, etc. അതേപോലെ തന്നെ it is used in the manufacture of nitrogenous fertilizer. എന്നിട്ട് സബ് ഇതായിട്ട് എഴുതുക. അമോണിയ റിയാക്ട്സ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് at 150 degree Celsius and 150 atm pressure produce urea ഒരു നല്ല ഫെർട്ടിലൈസർ. അത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ റിയാക്ഷനും ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ റിയാക്ഷൻ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടേ. അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്: അമോണിയ പോയിട്ട് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് CO2 ട്രീറ്റ് ചെയ്യുമ്പോൾ യൂറിയ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിപ്പിച്ചായിരുന്നു. NH2CONH2 പ്ലസ് H2 ഉണ്ട്. അടുത്തത് used in the manufacture
ഓഫ് എക്സ്പ്ലോസീവ് പടക്കങ്ങൾ. നമുക്കറിയാം നേരത്തെ NCl3 ഒക്കെ അത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ആളാണ്, അത് അമോണിയ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമോണിയം നൈട്രേറ്റ് എക്സ്പ്ലോസീവ് ആയിട്ടായിരിക്കും. അതിന് എക്സാമ്പിൾ അമോണിയം നൈട്രേറ്റ് ആണ്. എക്സാമ്പിൾ NH4NO3. Ammonium carbonate is used as smelling salt for reviving fainted person. മയങ്ങി വീഴുന്ന ആളിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഈ അമോണിയയിൽ നിന്നുണ്ടാക്കിയ അമോണിയം കാർബണേറ്റ് എന്ന് പറയുന്ന സോൾട്ട് സ്മെൽ ചെയ്യിക്കാറുണ്ട്. പെയിന്റഡ് പേഴ്സൺ. പിന്നെ അടുത്തത് അമോണിയയിൽ നിന്നുണ്ടാക്കിയ അമോണിയം ക്ലോറൈഡ് സെല്ലിനകത്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ, അതുകൂടെ ഒന്ന് എഴുതി വെച്ചാൽ. അമോണിയം ക്ലോറൈഡ് യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ ആൻഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് നൈട്രജൻ ഗ്യാസ്. അമോണിയം ക്ലോറൈഡ് NH4Cl is used in dry cell and in preparation of N2 gas. It is used in Ostwald process. It is used in Solvay process. അതുകൂടെ എഴുതിക്കും. It is used in Ostwald process. It is used in Ostwald process and it is used in Solvay process. അതായത് സോൾവേ പ്രോസസ് എന്ന് പറയുമ്പോൾ സോഡിയം കാർബണേറ്റിന്റെ പ്രിപ്പറേഷനെയാണ് സോൾവേ പ്രോസസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നൈലോണ്, റേയോണ്, പ്ലാസ്റ്റിക്, ഡൈ, ഓർഗാനിക് കെമിക്കൽ, എക്സ്പ്ലോസീവ്, വുഡ് പൾപ്പ്, ഇതിൻ്റെ എല്ലാം പ്രിപ്പറേഷനകത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആ അവസാനത്തെ ഭാഗം ഞാൻ തന്നിട്ടില്ല കേട്ടോ, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ എന്നാലും അതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. ക്ലാസ് ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാം. ശരി സാറേ, ബൈ, താങ്ക് യു. ഓക്കെ.